അർജന്റീന സൂപ്പർ താരമായ ലിയണൽ മെസ്സി നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണുള്ളത്. കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിലെ നാഷ്വില്ലെ എഫ്സിക്കെതിരായുള്ള പോരാട്ടത്തോടുകൂടിയാണ് മെസ്സി പരിക്കേറ്റ് പുറത്താകുന്നത്. മെസ്സി ഇല്ലാത്ത കഴിഞ്ഞ മത്സരം തന്നെ നമ്മൾ കണ്ടതാണ്. ന്യൂയോർക്ക് റെഡ് ബുൾസിനെതിരെ 4 ഗോളിൻ്റെ ഒരു വലിയ പരാജയമാണ് ഇന്റർ മയാമി നേരിട്ടത്. മെസ്സി ഇല്ലെങ്കിൽ മിയാമി ബിഗ് സീറോയാണെന്ന് വീണ്ടും തെളിയിക്കുന്നതായിരുന്നു ഈ റിസൾട്ട്. തുടർച്ചയായ 5 മത്സരങ്ങൾ ലിയണൽ മെസ്സി കളിച്ചപ്പോൾ മിയാമി ഒന്നിൽ പോലും പരാജയപ്പെട്ടില്ല. MLS പോയിന്റ് ടേബിളിലെ 1-ാം സ്ഥാനക്കാരായി നിലകൊണ്ടു. എന്നാൽ മെസ്സി ഇല്ലാത്ത ബാക്കി 3 മത്സരങ്ങളിൽ 2 മത്സരത്തിലും മിയാമി പരാജയപ്പെടുകയാണ് ചെയ്തത്. കഴിഞ്ഞ മത്സരത്തിലേറ്റ പരാജയത്തോടു കൂടി തന്നെ 6 മത്സരങ്ങൾ കളിച്ച മിയാമി 10 പോയിന്റുമായി ടേബിളിലെ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഒടുവിൽ മെസ്സിയും ഇക്കാര്യം തിരിച്ചറിഞ്ഞുവെന്നും താനില്ലെങ്കിൽ മിയാമി ബിഗ് സീറോയിലേക്ക് പോവുകയാണെന്നും ഉടനെ തന്നെ തിരികെ എത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് മെസ്സി എന്നുമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. നിലവിൽ പരിക്കിൽ നിന്ന് മുക്തനായ ലിയണൽ മെസ്സി കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മോണ്ടെറിക്കെതിരെ തിരിച്ചു വരാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ മിയാമിയുടെ ഈ വളരെ പരിതാപകരമായ അവസ്ഥയിൽ തന്നെ ലിയണൽ മെസ്സി വരാനിരിക്കുന്ന MLS പോരാട്ടം ന്യൂയോർക്ക് സിറ്റിക്കെതിരെയാണ്. ഈ പോരാട്ടത്തിൽ മെസ്സി കളിക്കാനുള്ള സാധ്യത കൂടി വരികയാണെന്നും ഇപ്പോൾ റിപ്പോർട്ടുണ്ട്. 31-ാം തീയതിയാണ് ന്യൂയോർക്ക് സിറ്റിക്കെതിരെയുള്ള പോരാട്ടം. എന്നാൽ 4-ാം തീയതിയാണ് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ. ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഠിനമായ മത്സരമായിരിക്കും കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നേരിടുക. മോണ്ടെറി എന്ന ടീം അതിശക്തമായ ടീമുകളിലൊന്നു കൂടിയാണ്. ഈ മത്സരത്തിൽ വിജയിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറാൻ സാധിച്ചാൽ ഈ കിരീട പ്രതീക്ഷയിൽ മിയാമിക്ക് അമിത പ്രതീക്ഷ വെക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.